നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഗ്രഹം, അതായത് ചൊവ്വ 9-ൽ നിന്നാലുള്ള കാർമിക് ഡെപ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൂടുതൽ വളച്ചിട്ടുകളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും ഇല്ല. മുൻജന്മ പുണ്യം കൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളും പൂർവ്വജന്മാർജിത പാപങ്ങൾ കൊണ്ട് കിട്ടാനുള്ള സാധ്യതകളും, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കാർമിക് ഡെപ്റ്റ്, കാർമികമായിട്ടുള്ള കടങ്ങൾ, പൂർവജന്മാർജിത പാപങ്ങൾ, ഇരുമ്പാകുന്ന ചങ്ങല. കഴിഞ്ഞ ജന്മത്തിൽ കുജൻ്റെ ഊർജത്തെ, കുജൻ്റെ ശക്തിയെ, അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചതിനുള്ള ശാപതാപങ്ങൾ, പ്രത്യേകിച്ച് അഹംഭാവം, കോപം, അധികാരം, ദുർബുദ്ധി, വീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള കാമാസക്തി കൊണ്ട് മാത്രം, ഭോഗാസക്തി കൊണ്ട് മാത്രം ഒരാളുമായിട്ട് നമ്മൾ പറയത്തില്ല യൂട്ടിലൈസേഷന് വേണ്ടി മാത്രമൊക്കെ ഒരാളെ ഉപയോഗിച്ചതിൻ്റെയൊക്കെ ശാപതാപങ്ങളാണ് വാസ്തവത്തിൽ കുജൻ 9-ൽ വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു കുജൻ്റെ പവർ നിങ്ങളുടെ കഴിവിനെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഫലമായി അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അതിലൊന്നാമത്തെ നോക്കാം. ഗുരുകാരണവന്മാരെയും പിതാവിനെയും വെല്ലുവിളിച്ചതിൻ്റെ കടം, ലീനേജിനെ വിഷമിപ്പിച്ചതിൻ്റെ, നശിപ്പിച്ചതിൻ്റെ കടം. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ ചിലപ്പോൾ നിങ്ങൾ 9-ാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അച്ഛനോ അച്ഛൻ്റെ കുടുംബ വഴിയോ ഒക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ധാരാളം വരാം. കഴിഞ്ഞ ജന്മത്തിൽ സ്വന്തം അറിവിലോ അധികാരത്തിലോ അഹങ്കരിച്ച് ഗുരുവിനെയോ മുതിർന്നവരെയോ പിതാവിനെയോ അപമാനിക്കുകയോ അവരുടെ വാക്കുകൾ തള്ളിക്കളയുകയോ ചെയ്തിട്ടുണ്ടാവാം. ഈ ജന്മത്തിലും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വാക്കിയായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ ടെൻഡൻസികൾ വരാം. കെട്ടായിക ഇനിയും നാരായണ ചെയ്യുക, ഇനി അത് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ, പൂർവ്വജന്മത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ജന്മത്തിൽ പിതാവുമായിട്ട് കടുത്ത ആശയപരമായിട്ടുള്ള ഭിന്നതകൾ വരാം. അല്ലെങ്കിൽ എത്രയൊക്കെ ബഹുമാനിച്ചാലും അച്ഛനിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അർഹിക്കുന്ന ഒരു അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ വരാം. അല്ലെങ്കിൽ ചിലപ്പം കള്ളന്മാരായിട്ടുള്ള ഗുരുക്കന്മാർ, ഇന്ന് പലപ്പോഴും സേവയുടെയൊക്കെ പേരിൽ ആധ്യാത്മിക ജിജ്ഞാസുക്കളെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് പൈസയൊന്നും 10 പൈസ കൊടുക്കാതെ അവിടുത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി സേവ പോലുള്ള കാര്യങ്ങളിലൂടെ നന്നായിട്ട് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ചാരിറ്റി നന്നായിട്ട് നടക്കുന്ന സ്ഥലങ്ങളില്ലേ, മോശമായിട്ട് ഇതിൻ്റെ പേരിൽ യൂട്ടിലൈസ് ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി യൂട്ടിലൈസ് ചെയ്യപ്പെടാനും ചൂഷണത്തിന് ഇരയാകാനുമൊക്കെ ഉള്ളൊരു യോഗം ആണ് 9th ഹൗസിലെ ചൊവ്വയുടെ ഒരു സൂചന. ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ധർമ്മത്തെ ആയുധമാക്കിയതിൻ്റെ കടം, അഗ്രസീവ് ഡോഗ്മാറ്റിസം, അഗ്രസീവായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ തങ്ങളുടെ ആദർശങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാകാം. ഇതിൻ്റെ കർമ്മഫലമായി ഈ ജന്മത്തിൽ ആത്മീയതയിലോ നിയമപരമായിട്ടോ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ കടുത്ത തടസ്സങ്ങളോ വലിയ പരീക്ഷണങ്ങളും നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഗ്യ തടസ്സങ്ങൾ, 9-ലെ ചൊവ്വ, ദ ടെസ്റ്റ് ഓഫ് ഡിലേയ്ഡ് ഫോർച്യൂൺ. അതായത് എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി എന്ന് കരുതുമ്പോഴും എല്ലാം തൻ്റെ കയ്യിലായി എന്ന് തോന്നുമ്പോഴും അസാധ്യമായിട്ട് കഷ്ടപ്പെട്ട് അസാധ്യമായിട്ട് ലക്ഷ്യം മാത്രം നോക്കി ചുറ്റുപാടുമുള്ളവരുടെ ഒരാളുടെയും ഇമോഷൻസ് നോക്കാതെ മുന്നോട്ട് പടവെട്ടിക്കേറി വന്നു കഴിയുമ്പോഴും എല്ലാം തൻ്റെ കയ്യിലാണെന്ന് തോന്നുമ്പോഴും അവസാന നിമിഷം എന്തെങ്കിലും ഒരു കാര്യം കാരണം ഭാഗ്യം തുണയ്ക്കാതെ പോകും. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ വേണ്ടപ്പെട്ട ആരിൽ നിന്നോ അതിശക്തമായിട്ടുള്ളൊരു വേദന അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ട് കടപുഴകി വീഴുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം. നമ്മൾ തന്നെ സ്വയം നമ്മളോട് ചോദിക്കുക, അയ്യോ ഇത് ഞാൻ തന്നെയാണോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു
കാർമ്മിക കടത്തിൻ്റെ ലക്ഷണമാണ് ഈ ഭാഗ്യനാശം. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ ആത്മാവിനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണത്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്കുള്ള ഇമോഷൻസ് പോലെ തന്നെ മറ്റുള്ളവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പ്രകൃതിയ ഒരുക്കുന്ന ഒരു യുദ്ധക്കളമാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്സ് ഏരിയയാണ്. അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്ററിലൊക്കെ പട്ടാളത്തിലൊക്കെ ട്രെയിനിങ്ങിൽ ചെല്ലുമ്പം കിട്ടത്തില്ല, അതുപോലെ തന്നെ ഒരു നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് സെൻറ്ററാണ് ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് എന്ന് മനസ്സിലാക്കുക. അത് തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് വരിക. ഇല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് പുറത്ത് വരണം. പുറത്ത് വന്നില്ലെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല, സമാധാനം ഉണ്ടാവില്ല. ഇനി 9ാം ഭാവത്തിൽ ചൊവ്വ നിന്നാലുള്ള നല്ല ഗുണങ്ങൾ, കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ച പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഈ ജന്മം കിട്ടാൻ സാധ്യതയുള്ള ഗുണാനുഭവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അത് പ്രത്യേകിച്ച് ധർമ്മസംരക്ഷണത്തിനായിട്ടുള്ളൊരു പോരാട്ടം എന്ന് പറയും. അതായത് സ്പിരിച്വൽ വാരിയർഹുഡ്. കഴിഞ്ഞ ജന്മങ്ങളിൽ നീതിക്കും ധർമ്മത്തിനും വേണ്ടി ശക്തമായിട്ട് നിലകൊണ്ടിട്ടുള്ളവരായിരിക്കും. അതിൻ്റെ ഗുണഫലമായിട്ട് ഈ ജന്മത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും തൻ്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുകയും അചഞ്ചലമായിട്ടുള്ള മനക്കരുത്തും നീതിബോധവും കാരണം ജീവിതത്തിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ സക്സസ്ഫുൾ ആവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കുറേ ആൾക്കാരിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യവുമാണിത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അതൊരു കാർമിക് മെറിറ്റാണ്. അങ്ങനെയുള്ളവർ, അങ്ങനെ സാധിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും സുബ്രഹ്മണ്യ പ്രീതി വരുത്തണം, ഭദ്രകാളി പ്രീതിയും വരുത്തണം. അങ്ങ് നിങ്ങൾക്കൊരു ഒരു കൂട്ടാളിയെ പോലെ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളെ പോലെ ഇവരെ കരുതി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ളൊരു ദാർശനികമായ ആഴം ഇവർക്കുണ്ടാകും എന്നുള്ളൊരു കാർമിക് ഇൻസൈറ്റ് പൂർവ്വജന്മമായിട്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയോടൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബന്ധം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു കേവലമായിട്ടുള്ള ഒരു ആചാരങ്ങൾക്കപ്പുറമായിട്ട് ഈ 9ൽ ചൊവ്വയുള്ളവർ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ചുറ്റുപാടുകളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നോക്കും. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ വരുമ്പം കേവലമായിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനങ്ങൾക്ക് അപ്പുറമായിട്ട് പുരാതനമായിട്ടുള്ള അറിവുകളുടെ തത്വചിന്തകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ ഉണ്ടാകും. ചൊവ്വ വ്യാഴത്തോടൊപ്പം യോഗജതൽ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ നിന്നാൽ ഒരു സർജറി ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. കാരണം കീറുന്നതിൻ്റെയും കുത്തുന്നതിൻ്റെയും ഒക്കെ ആൾ ചൊവ്വയാണ്. ആ എനർജി, ഒരാളെ കത്തിയെടുത്ത് കുത്തുന്നതും ഒരാളെ കീറി അത് സർജറി ചെയ്യുന്നതും ഒക്കെ ആ ചൊവ്വയുടെ ബലം വന്നാലേ ആ നമ്മുടെ കൈവിറയ്ക്കാതെ അത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു മന്ത്രശാസ്ത്രം, തന്ത്രം, പുരാതന ഗ്രന്ഥങ്ങളുടെ ആധികാരികമായിട്ടുള്ള ഗവേഷണം എന്നിവയിലൊക്കെ പെട്ടെന്ന് അറിവ് നേടാൻ ഇവരെ സഹായിക്കുന്ന ചില പുണ്യ കാര്യങ്ങൾ ഇവരിലുണ്ടാവും എന്നുള്ളതാണ്. ധർമ്മസംരക്ഷണത്തിൻ്റെ ഒരു പോരാട്ട വീര്യം ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പോലീസ്, മിലിറ്ററി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ, അധികാര മേഖലകളിൽ വരുമ്പം ഇവരെ കൊണ്ട് ഒരുപാട് ഗുണം ഒരുപാട് പേർക്കുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. സ്വയം നിർമ്മിത ഭാഗ്യം എന്നൊക്കെ പറയാം. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും സെൽഫ് മെയ്ഡ് ഡെസ്റ്റിനി. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ലോജിക്കലായിരിക്കും. ഈ കുറച്ച് നമ്മുടെ കഴിവിലാണ് കുറേ കാര്യം ഇരിക്കുന്നത് എന്നുള്ളത് ഇവരുടെ അനുഭവം അങ്ങനെയായിരിക്കും. അപ്പം പാരമ്പര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും സ്വന്തം കഴിവ് കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഊർജം കുചൻ ഇവർക്ക് നൽകും. പ്രതിസന്ധികൾ വീണു പോകാതെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു അദൃശ്യ വലയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് റിച്വൽസ് തന്നെ ചെയ്യണം. അത് സുബ്രഹ്മണ്യ സ്വാമിയെ ആശ്രയിക്കണം. വെല്ലുവിളികളെ നിറഞ്ഞ സമയങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് കയറി വരാനുള്ള ഒരു യോദ്ധാവിൻ്റെ ശക്തി, തെക്തോത്തിഷ്ട പരന്തപ എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. അതായത് അതിനെയൊക്കെ മറികടന്ന് കയറി വരാൻ കഴിയും. ശത്രുക്കളെ തപിപ്പിക്കുന്നവനായ കഴിവുള്ള, അതായത് മാന്ത്രികവും ബാഹ്യവുമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് കയറി വരാനുള്ള ഒരു ശക്തി ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 9ൽ ചൊവ്വ ബലപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പിതൃതുല്യരായിട്ടുള്ളവരോടുള്ള സമീപനം.
അച്ഛനോടും ഗുരുക്കന്മാരോടുമുള്ള തർക്കങ്ങൾ ബോധപൂർവം ഒഴിവാക്കുക. തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ല പലതും. അത് സ്വാഭാവികമായിട്ട് സുഹൃതം കൊണ്ട് വന്നു ചേരേണ്ടതാണ്. പിടിച്ചു വാങ്ങുന്നതൊന്നും നിലനിൽക്കില്ല. കർണൻ നേടിയ അറിവ് പോലെയാണ് പരശുരാമനിൽ നിന്നും. കള്ളം പറഞ്ഞോ ടാക്കിൾ ചെയ്തോ നമ്മൾ പിടിച്ചു വാങ്ങുന്നതൊന്നും തന്നെ കൃത്യസമയത്ത് ഓർക്കത്തില്ല, ഉപകാരപ്പെടില്ല. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അങ്ങനെയാണ്. കൃത്യസമയത്ത് നമുക്കത് ഓർമ്മ വരില്ല, ഉപയോഗിക്കാനും പറ്റില്ല. നമ്മളിപ്പം സ്പിരിച്വാലിറ്റി ആണെങ്കിൽ പോലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ബുക്സൊക്കെ വായിച്ചും ഒക്കെയാണ്. ഉള്ളിലേക്ക് അത് കയറിയില്ലെങ്കിൽ അതൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകും. കാരണം ആ സമയത്ത് നമ്മൾ ഇമോഷണലി വീക്കാവും. ആ സമയത്ത് സദ്ബുദ്ധി വരത്തില്ല എന്നുള്ളതാണ്. അത് വരണമെങ്കിൽ അത് എക്സ്പീരിയൻഷ്യൽ ആവണം. നമ്മൾ ശ്രദ്ധയോടിരിക്കണം, അവയർനെസ്സോടുകൂടി മുന്നോട്ട് പോകണം. അപ്പം എന്താണ്, ബോധപൂർവ്വം അച്ഛനോടും ഗുരുക്കന്മാരോടുമുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം അത് പൂർവ്വജന്മാർജിത കർമ്മഫലം കൊണ്ടാണ് ഇവരൊക്കെ എനിക്ക് ഗുരുക്കന്മാരും അല്ലെ ഇവരച്ഛനായി വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബഹളം വെക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങുന്നത് കുജൻ്റെ നെഗറ്റീവ് എനർജിയെ ശാന്തമാക്കും. അവരിൽ നിന്ന് മിണ്ടാതിരുന്ന് കേട്ട് യുക്തിപൂർവ്വം, അതായത് ഒരു പരിധി കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി ഒരു ഗ്യാപ്പിട്ടൊക്കെ നിന്നങ്ങ് മുന്നോട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ്. അടുത്തത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേവന മനോഭാവമാണ്. അശരണരായ ആൾക്കാരോട് ഒരു നീതിയും കരുണയും, അവരോടൊരു സഹായിക്കുകയോ വേണ്ട പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ നമ്മളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയോ ചെയ്യാം. പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടാവാതെ ഞങ്ങൾ ഇത്രയും ചെയ്തു തന്നു എന്നിട്ട് ഇത്രയും അങ്ങനെയൊന്നുമില്ല. ചെയ്ത് കൊടുത്തിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ വഴികളിലൂടെ പോകുക. അതിൽ നിന്നും ആ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ, ആ സേവന മനോഭാവത്തിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കുള്ളത് വേറൊരു വഴി കൂടെ കിട്ടിക്കോളും. അത് വരും. ഇച്ചിരി ക്ഷമ കൊടുത്താൽ, ക്ഷമിച്ചാൽ മതി. കുജനായതുകൊണ്ടാണ് പറയുന്നത് ക്ഷമ വേണം. ഇല്ലെങ്കിൽ കുജൻ്റെ ആ ഫാസ്റ്റ് നേച്ചർ നിങ്ങളെ പല കുഴിയിലും കൊണ്ടുവന്ന് ചാടിക്കുകയും ചെയ്യും. അതുപോലെ ഉപാസന വളരെ ശക്തമാക്കുക. ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഭഗവതിയെ ആശ്രയിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വീരഭദ്രസ്വാമി അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ തന്നെയാണ് ശരിക്കും ഗുഹൻ, ചൊവ്വ. അപ്പം കുജൻ്റെ കഠിനമായ കർമ്മദോഷങ്ങളെ അകറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭദ്രകാളിയും സുബ്രഹ്മണ്യ സ്വാമിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നല്ല ലെവലിലേക്ക് കയറി വരുമ്പം തകർന്നടിഞ്ഞു പോകുന്നത് എന്തെങ്കിലും ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു റിലേഷൻ വഴിയായിരിക്കും. അപ്പോൾ ഒരു 32-33 വയസ്സ് മുതൽ, പ്രത്യേകിച്ച് ചൊവ്വയുടെ ഒരു കാലം എന്ന് പറയുന്നത് പിന്നെ ഒരു 31 വയസ്സ് മുതൽ ഒരു 39-40 വയസ്സ് വരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു കാലയളവിൽ ഒരുപാട് ഇമോഷണൽ ട്രോമാസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ വിജയത്തെ ഒരുപാട് പുറമോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പലരിലും ഞാനത് കണ്ടിട്ടുണ്ട്. ഹൈലി സക്സസ്ഫുള്ളായിരിക്കുന്ന ആൾ തകർന്നടിഞ്ഞ് വേറെ ചുറ്റുപാടുകളുടെ പ്രശ്നം കൊണ്ടല്ല, ഇവരുടെ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, വിശ്വാസവഞ്ചനയൊക്കെ ഇവർക്കൊട്ട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ കൊണ്ട് ഭാഗ്യനാശം കൊണ്ട് നിസ്സഹായനായിട്ട് ഇരുന്ന് പോകുന്ന കണ്ടിട്ടുണ്ട്. അതിന് വേണ്ടി ഇതിൻ്റെ ഫൈറ്റ് ചെയ്യാനൊക്കെ ഇറങ്ങും. കുറേ കാശും കളഞ്ഞ് അതിൻ്റെ പുറകിന് പൈസയും കളഞ്ഞ് സമയവും മെനക്കെടുത്തി അങ്ങനെയൊക്കെ പോകും. അതൊക്കെ ഒരു പാസ്റ്റ് ലൈഫ് ഡെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാം വേണം ജീവിതത്തിൽ, പക്ഷേ ഒന്നും അമിതം ആവരുത്. ഈശ്വരകാര്യങ്ങളും മനസമാധാനത്തിന് കിട്ടേണ്ട കാര്യങ്ങളും, മനസമാധാനത്തിന് നമ്മളോട് ചേർന്നിരിക്കുന്നതും പരമാത്മാവായിട്ടുള്ള അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഈശ്വരനോടൊപ്പം ഇരിക്കുന്നതും നമ്മളെ സ്നേഹിക്കുന്നതും ഒക്കെ നല്ല രീതിയിലാവുമ്പോൾ ചുറ്റുപാടുള്ളത് നന്നാവും. പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ് അല്ലാത്ത ബാഹ്യമായിട്ടുള്ള എന്തിനോടും അമിതമായിട്ടുള്ള ആവേശം, അതിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ തോൽവി സമ്പാദിക്കും. അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ തോൽവി സമ്മാനിക്കും. അത് വലിയ കടുത്ത നിരാശയിലേക്കും ദുഃഖങ്ങളിലേക്കും ദേഷ്യത്തിലേക്കും സ്വയം
നമ്മളോടൊരു പുച്ഛവും ഒക്കെ തോന്നാനുള്ളൊരു സാധ്യതകളുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും പോകണ്ട, ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആദിത്യം കഴിഞ്ഞ്, സോമൻ കഴിഞ്ഞ്, അങ്കാരകൻ കഴിഞ്ഞ്, ഇനിയും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത വളരെ ടാക്റ്റിക്കലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 9-ൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.